കാഴ്ച കുറവിന് വരുന്ന തിമിരത്തിന്റെ നമ്മൾ പറഞ്ഞു. അല്ലാതെ വരുന്നത് ഷോർട്ട് സൈറ്റ്, പ്രിസ്ബയോപ്പിയ, ലോങ് സൈറ്റ്, ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ കണ്ണിന്റെ ഈ കാഴ്ചശക്തിയിലെ ഈ പവറിന്റെ വ്യത്യാസമുണ്ട്. പ്രിസ്ബയോപ്പിയ എന്ന് പറയുന്നത് പ്രായമായ ആൾക്കാർക്ക് വരുന്ന വായിക്കാനുള്ള കാഴ്ചശക്തി കുറയുന്നതിനാണ് ഈ പ്രിസ്ബയോപ്പിയ എന്ന് പറയുന്നത്. അതിന് നമ്മൾ റീഡിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് അത് പ്രായത്തിന്റെ അനുസരിച്ച് ടെസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണട ഉപയോഗിക്കുകയാണ് പതിവ്. പിന്നെ ഷോർട്ട് സൈറ്റിന് നമ്മൾ കൊച്ചുകുട്ടികളിൽ കൂടുതലായിട്ട് വരുന്ന കാഴ്ചക്കുറവ് പവറിന്റെ വ്യത്യാസം കൊണ്ട് വരുന്നതാണ് ഷോർട്ട് സൈറ്റ്. അല്ലെങ്കിൽ ആ ഷോർട്ട് സൈറ്റിന് ഇപ്പം 3 മാർഗങ്ങളുണ്ട് ഷോർട്ട് സൈറ്റിന്റെ ചികിത്സ. ഒന്ന്, കണ്ണാടി ഉപയോഗിക്കാം. ഷോർട്ട് സൈറ്റിന് എപ്പോഴും നമ്മൾ കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. കോൺകേവ് ലെൻസ് ഉള്ള പവർ ഏതാണെന്ന് കറക്റ്റ് ചെയ്തിട്ട് കണ്ണാടി. ഞാൻ പറഞ്ഞു ഷോർട്ട് സൈറ്റിനുള്ള ചികിത്സ മൂന്ന് രീതിയാണ്. ഒന്ന്, കണ്ണട ഉപയോഗിക്കുക. രണ്ടാമത്തത് കോണ്ടാക്ട് ലെൻസ്. കോണ്ടാക്ട് ലെൻസ് എന്ന് പറഞ്ഞത് അത് ഗ്ലാസ് അല്ല, നേരത്തെ ഉള്ളി തൊലി പോലെ ഇരിക്കുന്ന നേരത്തെ പ്ലാസ്റ്റിക്കിലെ ഒരു മെറ്റീരിയലാണ്. അത് കോണ്ടാക്ട് ലെൻസ് എന്ന് പറഞ്ഞാൽ കൃഷ്ണമണിയിൽ പറ്റി പിടിച്ച് ഒട്ടിച്ചു വയ്ക്കുന്ന ഒരു ലെൻസാണ്. അത് വേദന എടുക്കുകയോ അത് ഗ്ലാസ് അല്ല കണ്ണിൽ പൊത്തു കയറുകയോ വേദന എടുക്കുകയോ ഒന്നും ചെയ്യില്ല. അത് സൂട്ടബിൾ ആയിട്ടുള്ള കോണ്ടാക്ട് ലെൻസ് നമ്മൾ ഇപ്പോൾ രാവിലെ പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളിനെ കൃഷ്ണമണിയിൽ അങ്ങ് ഒട്ടിച്ചു വെക്കുക. രാത്രിയാകുമ്പോഴത്തേക്ക് അതിലെടുത്ത് മാറ്റുക. അത് വെച്ചിട്ട് യാത്ര ചെയ്യുന്നതിനോ മുഖം കഴുകുന്നതിനോ യാതൊന്നും ഒരു പ്രയാസമില്ല. കോണ്ടാക്ട് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണട ഉപയോഗിക്കുന്നതായിട്ട് അറിയാവില്ല. സാധാരണ രീതിയിലുള്ള ആൾക്കാർ പോലെ തന്നെ ഇരിക്കും. വേറൊരാളിനെ അത് വെച്ചിട്ടുണ്ടെന്ന് അറിയാനും പറ്റില്ല. അതാണ് കോണ്ടാക്ട് ലെൻസ്. പിന്നെ മൂന്നാമത് ഈ ഷോർട്ട് സൈറ്റിന്റെ ഇതിന് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ലാസിക് ട്രീറ്റ്മെന്റ് ആണ്. ലാസിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരുതരം ലേസർ ലൈറ്റ് അടിച്ചിട്ട് പവർ കറക്റ്റ് ചെയ്യുന്നതാണ്. അത് ലാസിക് ട്രീറ്റ്മെന്റ് കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അത് ഒത്തിരി കോസ്റ്റ്ലി ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അത് ഈ കോർണിയയിൽ ഈ ലാസിക് എന്നുള്ള ഈ ലേസർ ഉപയോഗിച്ച് പവർ കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. ഒരു പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ ജീവിതകാലം മൊത്തം പഴയ നല്ല കാഴ്ച കിട്ടും. കണ്ണാടിയോ കോണ്ടാക്ട് ലെൻസിന്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പറേഷനേ അല്ല, ഔട്ട് പേഷ്യന്റ് ആയിട്ട് ചെയ്യുന്നതാണ്. രോഗിക്ക് പോയി ചെയ്തിട്ട് അപ്പോഴത്തന്നെ ഇനി വീട്ടിൽ വരാവുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതിന് ഓപ്പറേഷനോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. കണ്ണിന്റെ കോർണിയയിൽ, അതായത് ആ കറുത്ത നേത്ര പടലത്തിൽ ലേസർ അടിച്ചിട്ട് എത്ര പവർ കുറവുണ്ട് അത്രയ്ക്ക് അതനുസരിച്ച് അതിന് കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. അതനുസരിച്ച് ലൈറ്റ് അടിച്ചിട്ട് പവർ കൂട്ടിക്കൊണ്ടുവന്ന് എത്ര കാഴ്ച കുറവുണ്ടോ അത്രയും പവർ കൂട്ടിക്കൊണ്ടുവന്ന് ലൈറ്റ് അടിച്ച് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. അത് ഓപ്പറേഷൻ അല്ല, ലേസർ ഈ കൃഷ്ണമണിയിലല്ല, അത് ലെൻസിലൊന്നും വേറൊന്നും ചെയ്യില്ല, കണ്ണിന് ഉള്ളിലോട്ടൊന്നുമല്ല. അത് ഓപ്പറേഷൻ അല്ല, ലൈറ്റ് അടിച്ച് ഈ കൃഷ്ണമണിയിൽ കൃഷ്ണമണിയിൽ ലൈറ്റ് അടിച്ച് പവർ കൂട്ടിക്കൊണ്ടുവന്ന് ഈ പവർ കറക്റ്റ് ചെയ്താൽ കഴിക്കാം. അത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ അതിന് വേറെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. രോഗിക്ക് നല്ല രീതിയിലുള്ള പഴയതുപോലെ നോർമലായിട്ടുള്ള കാഴ്ച കിട്ടുകയും ചെയ്യും. അത് വലിയ ഒരുപാട് പവർ കുറവുണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ കുറച്ചൊരു പവർ ഫുൾ കറക്ഷൻ ഇല്ലാതെ ചിലപ്പോൾ ചെറിയൊരു ഗ്ലാസ് വയ്ക്കേണ്ടി വരും. നല്ല പവർ എന്ന് വെച്ചാൽ ഇപ്പം -10 -20 അങ്ങനെയൊക്കെ ഉള്ളവര്, കാരണം ഇത് ചെയ്തില്ലെങ്കിൽ നല്ല കട്ടിയുള്ള കണ്ണാടി വെക്കേണ്ടി വരും. അപ്പൊ അത്രയും ഹൈ പവർ ഉള്ള മാത്രം ഫുൾ കറക്ഷൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതിന് പകരം ബാക്കിയുള്ള പവർ കുറവിന് കണ്ണാടി വെക്കേണ്ടി വരും. അല്ലാതെ ഇത് സാധാരണ രീതിയിലുള്ള ഷോർട്ട് സൈറ്റിന് ഇത് ഫലപ്രദമാണ്. കണ്ണാടി ഉപയോഗിക്കേണ്ടി വരില്ല. പിന്നെ